സ്ക്രീനും നോക്കാം. നമ്മൾ അക്കൗണ്ട്സിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇനിയിപ്പോ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആയിരുന്നു പറഞ്ഞു നിർത്തിയത്. അതില് സെപ്പറേറ്റ് എൻറ്റിറ്റി ആൻഡ് മെറ്റീരിയാലിറ്റി, ഈ രണ്ട് കൺസെപ്റ്റ് ആണ് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അതായത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഓണർക്ക് വേണ്ടിയിട്ടല്ല. ഓണറിന്റെ ട്രാൻസാക്ഷൻസും ബിസിനസിന്റെ ട്രാൻസാക്ഷൻസും സെപ്പറേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യണം അല്ലെങ്കിൽ സൂക്ഷിക്കണം. അതാണ് അക്കൗണ്ടിങ്ങിന്റെ ജനറൽ ആയിട്ടുള്ള റൂള്. ഇനി മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്തിട്ട് ആവശ്യമുള്ള കാര്യം മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അതിനർഹിക്കുന്ന പ്രാധാന്യത്തിൽ മാത്രം റെക്കോർഡ് ചെയ്യാം. അപ്പൊ അതിന്റെ ബേസിസിലാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യം ഒരു സ്വത്ത് പോലെ ആണെങ്കിൽ കൂടി നമ്മൾ വെറുതെ ചെലവ് എന്ന് പറഞ്ഞ് എഴുതി തള്ളും. അതാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. അതിന് വേറൊരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോ നിങ്ങൾ ആസ് സ്റ്റുഡൻസ് ഇപ്പോ എല്ലാ മാസവും നിങ്ങൾ ഫോൺ റീചാർജ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പൊ ചിലപ്പോൾ അതൊരു എമൗണ്ട്, അതായത് ഇപ്പൊ ചിലപ്പോൾ എല്ലാ മാസവും ആയിരിക്കും നിങ്ങൾ റീചാർജ് ചെയ്യുന്നത്, മന്ത്ലി ആയിരിക്കും നിങ്ങൾ റീചാർജ് ചെയ്യുന്നത്. പിന്നെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തെ 6 മാസത്തെ 1 കൊല്ലത്തേക്ക് പാക്കേജ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ നിലവിൽ ഇപ്പൊ ഒരു 3 മാസത്തെ പാക്കേജ് എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? 3 മാസത്തെ പ്ലാൻ. ഓക്കെ, ഇനി ഓക്കെ, എല്ലാവരും 1 മാസത്തെ പ്ലാൻ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, പോകെ പോകെ നിങ്ങൾ, അതായത് ഒരു കമ്പനിയിലൊക്കെ വർക്കിന് കയറി കഴിയുമ്പോൾ നിങ്ങള് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ മാസവും റീചാർജ് ചെയ്യാൻ മറന്നു. ഒരു ദിവസത്തെ റീചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മളുടെ മിസ്സാവും. അതായത് നെറ്റ് വർക്ക് ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ എന്റെ വർക്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ, കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് നെറ്റ് വേണം, വാട്സാപ്പിലായിരിക്കും മെസ്സേജ്. അപ്പോ ഒരു ദിവസം ഞാൻ നെറ്റ് റീചാർജ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത്രയും ഇഷ്യൂസ് എനിക്കുണ്ടാവും, എന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം, ഒരു വർഷത്തെ അല്ലെങ്കിൽ 6 മാസത്തെ പ്ലാൻ അങ്ങോട്ട് എടുത്തിടും. അതാവും പിന്നെ അത്രയും പ്രശ്നമില്ല, നമ്മൾക്ക് അങ്ങോട്ട് റീചാർജ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ രണ്ടിന്റെയും ഒരു വ്യത്യാസമുണ്ട്. 1 മാസത്തെ ആണെങ്കിൽ എമൗണ്ട് വളരെ കുറവാണ്, പിന്നെ ഒരു വർഷത്തേക്കൊക്കെ ചെയ്യുമ്പോൾ എമൗണ്ട് കുറച്ച് കൂടുതലാണ്. അപ്പോ ആ രീതിയിലാണ് നമ്മളുടെ ബിസിനസിന്റെ ഒരു അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലും നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് നമ്മൾ പോകെ പോകെ ചെറിയ ചെറിയ എമൗണ്ടുകൾക്ക് നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കില്ല. അതായത് ചെറിയ ചെറിയ എമൗണ്ടിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതായത് ഫോൺ റീചാർജ് ചെയ്യുന്നു, വണ്ടിയുടെ പെട്രോൾ അടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കൂല. കാരണം അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ലൈഫിലും ബിസിനസ്സിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതേപോലെയാണ് ഒരു അക്കൗണ്ടന്റും ചിന്തിക്കേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്താൽ മതി. വലിയ വലിയ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കാൽക്കുലേറ്റർ മേടിക്കുമ്പോഴും കാൽക്കുലേറ്റർ എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാർ മേടിക്കുമ്പോഴും കാർ എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ കാറാണ് കമ്പനിയുടെ സ്വത്ത് എന്ന് പറഞ്ഞ് അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്. കാൽക്കുലേറ്റർ വെറും ഒരു ചെലവ്, ചെറിയൊരു എമൗണ്ട് ആണ്, അതിനെ സ്വത്താണ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർ നമ്മളെ പറ്റി കുറഞ്ഞ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. നമ്മളെപ്പോഴും വലിയ രീതിയിൽ നമ്മളെ മാർക്കറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പൊ ആ രീതിയിലാണ് അക്കൗണ്ടിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അർഹിക്കുന്ന പ്രാധാന്യം പിന്നെ കോമൺ സെൻസ് യൂസ് ചെയ്യാം. അക്കൗണ്ടിങ് സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോ ഒരു അക്കൗണ്ടന്റ് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഈ രീതിയിലൊക്കെയാണ് ഒരു അക്കൗണ്ടിങ്ങിലെ ചില കാര്യങ്ങൾ വരുന്നത് എന്ന് കൺസെപ്റ്റ്സ് ആയിട്ട് ഇവര് നേരത്തെ ഫിക്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള 2 കൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിലുള്ള ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിസിനസ് ഗോയിങ് കൺസേൺ ആണ്. അതായത് ബിസിനസ് കുറച്ച് അധികം നാൾ നിലനിൽക്കും. അതായത് ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് ഒരു പ്രതീക്ഷയിലാണ്. നാളെ നിങ്ങൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോഴും ഇങ്ങനെ ഒരു ക്ലാസ്സും സ്ഥാപനവും ഇവിടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾ വരുന്നത്. ആ ഒരു എക്സ്പെക്ടേഷനിലാണ് നിങ്ങൾ ഇവിടെ ഫീസും തന്നിട്ടുള്ളത്. അപ്പോ ബിസിനസ് ആയിട്ട് റിലേഷൻഷിപ്പിലുള്ള എല്ലാ പാർട്ടീസും ഇതേ ഒരു ലോജിക്കിലാണ് ചിന്തിക്കുന്നത്. നാളെയും ഈ ഒരു സ്ഥാപനം ഉണ്ടാകും എന്നുള്ള അസംഷനിൽ നിങ്ങൾ അറിയാതെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു അസംഷൻ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബിസിനസ്സിനെ എല്ലാവരും ചിന്തിക്കുന്നത് നാളെയും ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാകും എന്നുള്ള ചിന്തയിലാണ്. നിങ്ങളും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളും ഇവിടെ ഫീസ് തന്നിട്ടുള്ളതും ആ ഒരു കൺസെപ്റ്റിലാണ്. അപ്പോ ഇതിലുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ബിസിനസ് ഒരു ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈമിലേക്ക് അതിന്റെ വർക്കുകൾ കണ്ടിന്യൂ ചെയ്യും. അതായത് എത്ര നാളെന്ന് പറയാൻ പറ്റില്ല. ബിസിനസ് സ്ഥാപനങ്ങളും പൂട്ടാം. അതായത് ഇപ്പൊ ചില കടകളൊക്കെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഷട്ടർ ഒക്കെ ഇട്ട് കിടക്കുന്നുണ്ടാവും. അതായത് ബിസിനസ് സ്ഥാപനങ്ങളും പൂട്ടാം. അതായത് എക്കാലവും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എത്ര കാലം ഉണ്ട് എന്നും പറയാൻ പറ്റില്ല. അതാണ് ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്. കുറച്ച് നാളുണ്ടാകും, നാളെയും ഉണ്ടാകും എന്തായാലും എന്നുള്ളത്. ഇനി പൂട്ടാൻ പോവുകയാണെങ്കിൽ ഏതെങ്കിലും വഴി നമ്മൾ അറിയുകയും ചെയ്യും. ആ ഒരു രീതിയിലാണ് ഈ ഒരു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ബേസിസിലാണ് കടമായിട്ടുള്ള സാധനങ്ങൾ വിൽപ്പനയും വാങ്ങുന്ന ആക്ടിവിറ്റി ഒക്കെ തുടങ്ങിയത്. അതായത് നാളെ നമ്മൾ കടം കൊടുത്ത ആൾക്കാര് നാളെ തിരിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ നാളെ തിരിച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചു മേടിക്കാനായിട്ട് നമ്മുടെ ബിസിനസ് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പിന്റെ മീതെയാണ് എല്ലാ കച്ചവടം നടത്തുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെല്ലാവരും ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ റീസെന്റ് ഞാൻ ഇതേപോലെ ഒരു കടയിൽ പോയി. അപ്പോ ഇപ്പൊ പേയ്മെന്റ് കംപ്ലീറ്റ് ഗൂഗിൾ പേയിലാണല്ലോ. അപ്പൊ ഇത്തിരി ഒരു ഏജ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 79-80 വയസ്സ്. ഓക്കെ. അപ്പോ അദ്ദേഹം ക്യാഷ് ആണ് കൊടുത്തത്. ക്യാഷ് കൊടുത്തിട്ട് എന്തോ ചില്ലറയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തോ 5 രൂപ 10 രൂപ 53 സംതിങ്. അപ്പോ 50 രൂപയാണ് കടക്കാരൻ ബാലൻസ് കൊടുത്തത്. എന്നിട്ട് കുറച്ചു നേരം അങ്ങേര് പുറത്തോട്ട് പോയി. തിരിച്ച് വീണ്ടും ഒരു 3 രൂപ കൊണ്ട് വന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ കടം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മേടിക്കാനോ തരാനോ ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളൊരു ഡയലോഗാണ് അങ്ങേര് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ ചിലപ്പോൾ മരിച്ചു പോകാം. എന്ത് വേണമെങ്കിലും സംഭവിക്കും. ഇനി നമ്മളുടെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. ഒരു ഗ്യാരണ്ടി ഇല്ല. എല്ലാം ഒരു ഇതിലങ്ങോട്ട് പോകുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ബിസിനസിന്റെ കേസ് അങ്ങനെയല്ല. ഇപ്പൊ ഇവിടെ സ്ക്രീനിന്റെ താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇമേജ് കാണാം. ഈ ഒരു റിലേ മത്സരം പോലെയാണ് നമ്മളുടെ ബിസിനസ്. അതായത് ഒരു ഓണർ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഓണർ വരും. വേറൊരാൾ ഈ ബിസിനസ് സ്ഥാപനത്തെ ഏറ്റെടുക്കാനായിട്ട് വരും. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാറ്റ ഗ്രൂപ്പിന്റെ കാര്യം എടുക്കാം. അതായത് പണ്ട് എങ്ങോ ഏതൊരു ജംഷഡ്ജി ടാറ്റ തുടങ്ങിയത് ഇപ്പൊ പല ആൾക്കാർ കൈമാറി ഇപ്പോഴും ആ ഒരു സ്ഥാപനം അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതാണ് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. ബിസിനസ് കുറെ നാള് നമ്മളുടെ നാടുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഒരാള് മരിച്ചു കഴിഞ്ഞാലോ, അതായത് നിലവിലുള്ള ഒരു ഓണർ മരിച്ചു കഴിഞ്ഞാലോ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലോ ബിസിനസ് വേറെ ആരെങ്കിലും ഏറ്റെടുത്ത് നടത്തിക്കോളും. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനിലാണ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. കടമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കലും വാങ്ങലും ഈ ഒരു കൺസെപ്റ്റിന്റെ ബേസിസിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഗോയിങ് കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ 2 കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയാലിറ്റിയും പിന്നെ സെപ്പറേറ്റ് എൻറ്റിറ്റി. അതേപോലെ തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ഈ ഒരു ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഇതിന്റെ കൂടെ മണി മെഷർമെന്റ് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കാരണം നമ്മൾക്ക് ക്യാഷിൽ അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കൺസെപ്റ്റ് ഇതാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇതിൽ ആദ്യത്തെ 2 പോയിന്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് മാത്രം ഇതിലൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ. ഇതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻകം എന്ന് പറയുന്നത് റവന്യൂവിൽ നിന്ന് എക്സ്പെൻസ് കുറക്കും. അതായത് വരവിൽ നിന്ന് ചെലവിനെ കുറക്കുമ്പോഴാണ് ഇൻകം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാം. പിന്നെ ഒരു സാമ്പത്തിക വർഷത്തില് റവന്യൂസ് ആർ മാച്ച്ഡ് ഇൻ എ റിയലിസ്റ്റിക് വേ, റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് ആർ മാച്ച്ഡ് ഇൻ എ റിയലിസ്റ്റിക് വേ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ അടുത്ത കൺസെപ്റ്റ് പറയുമ്പോൾ പറഞ്ഞു പോവാം. മെയിൻ ആയിട്ടും ഇതിൽ നിന്ന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് എക്രൂവൽ കൺസെപ്റ്റ് എന്താണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും. ഒന്നല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർവ്യൂവിനോ ആരെങ്കിലും ഈ പറഞ്ഞ ക്യാൻ യു എക്സ്പ്ലെയിൻ എക്രൂവൽ കൺസെപ്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഇതില് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഒരു എക്സ്പെൻസോ ഇൻകമോ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോ തന്നെ അതിനെ എഴുതി വെക്കാം. പൈസ കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം ചിന്തിക്കണ്ട. അതായത് നമ്മൾക്ക് എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് മറവി എന്ന് പറയുന്ന കാര്യം. അതായത് ഇപ്പോ നമ്മളെ വീട്ടില് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ പറയും, മറന്നു. ഓക്കെ, അവസാനം പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോഴായിരിക്കും നമ്മൾ പിന്നെ ഓർക്കുന്നു, ഓക്കെ ശരി അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആണ്. പക്ഷെ
ഒരു കമ്പനിയിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടുത്തെ കറണ്ട് ബില്ല് അടച്ചില്ല എന്നുണ്ടെങ്കിൽ, അതായത് കറണ്ട് ബില്ല് അടക്കാനായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ, ആ സ്റ്റാഫ് ഒരു ദിവസം കിടന്ന് ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി കറണ്ട് ബില്ല് അടക്കാൻ. പക്ഷേ KSEB ആണ് കറണ്ട് സപ്ലൈ ചെയ്യുന്നത്. അവരുടെ വർക്ക് മര്യാദ ചെയ്യും. അവർ വന്ന് ഇവിടുത്തെ ഫ്യൂസ് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് വരുന്ന കഴിയുമ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടാവില്ല. അപ്പോ ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് നഷ്ടം, ഒരു ദിവസത്തെ വാക്കിന് നഷ്ടം. അതേപോലെ തന്നെ ഒരു ജ്യൂസ് ഷോപ്പ് ആണെങ്കിൽ ഒരു ദിവസം കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറ്റില്ല, കച്ചവടം നഷ്ടം, നഷ്ടം മൊത്തത്തിൽ നഷ്ടമാണ്. അപ്പോ ചെലവുകളും വരവുകളും നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ നിന്നാണ് അതിന് കുറെ മറവി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അക്കൗണ്ടൻസ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അവർ ഉണ്ടാക്കിയത്. നിങ്ങൾ പൈസ കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം ചിന്തിക്കണ്ട, എക്സ്പെൻസ് ഉണ്ടാവുന്നുണ്ടോ ഇൻകം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ തന്നെ അതിനെ റെക്കോർഡ് ചെയ്യാം. ഇനി വേറൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുക. അതായത് നിങ്ങൾ എല്ലാവരും നേരത്തെ പറഞ്ഞ ലോജിക്കില് KSEB ഉള്ള മീറ്റർ റീഡിങ് കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ കറണ്ടിന്റെ കണക്ഷൻ ഉണ്ടെന്ന് ഞാനിപ്പോ വിചാരിക്കുന്നു. അപ്പോ KSEB ഒരു ബില്ലിംഗ് പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മളുടെ മീറ്റർ റീഡിങ് എടുക്കും. ആദ്യം ഒരു മീറ്റർ റീഡർ വരും, വീടിന്റെ ഗേറ്റ് തുറന്നിട്ട് അല്ലെങ്കിൽ മുട്ടിയിട്ട് പട്ടി ഉണ്ടോ എന്ന് ചോദിക്കും. പട്ടിയില്ല എന്ന് പറയുമ്പോൾ അവരകത്തോട്ട് കയറും, എന്നിട്ട് മീറ്റർ റീഡിങ് എടുക്കും. ഓക്കെ, മീറ്റർ റീഡിങ് എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് അവരുടെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ടാവും. ആ മെഷീൻ വെച്ചിട്ട് ബില്ല് ഉണ്ടാക്കി തരും. ഓക്കെ, അതിൽ നമ്മൾ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്തു എന്ന് കാണും. അപ്പോ AC ഉള്ള വീട്ടിലാണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും, AC ഇല്ലാത്ത വീടാണെങ്കിൽ കുറച്ച് ചെറിയ എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ചൂട് കാലത്ത് കറണ്ട് ബില്ല് കൂടുതലായിരിക്കും, ഇനി മഴക്കാലത്ത് കറണ്ട് ബില്ല് കുറവായിരിക്കും. അപ്പൊ ഇനി എല്ലാവർക്കും സന്തോഷിക്കാം, കറണ്ട് ബില്ല് എല്ലാവർക്കും കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ബില്ല് കിട്ടും. ഓക്കെ, ഇനി ബില്ല് കിട്ടുമ്പോൾ തന്നെ പൈസ കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ വീട്ടിന്റെ ലോജിക്കിൽ ചിന്തിക്കുക. അതായത് മീറ്റർ റീഡർക്ക് പൈസ കൊടുക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കാണാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഇപ്പോൾ പുതിയൊരു പോളിസി അവർ ഇറക്കിയിട്ടുണ്ട്, പക്ഷെ എന്നാലും പ്രായോഗികമായിട്ടില്ല. നിലവിലത്തെ ഒരു ലോജിക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബില്ല് തരും, എന്നിട്ട് അവർ പോകും. കാരണം മീറ്റർ റീഡറിന്റെ ജോലി മീറ്റർ റീഡിങ് നടത്തുക എന്നുള്ളതാണ്. അവര് നമുക്ക് ബില്ല് തരും. ഓക്കെ, അപ്പൊ ബില്ല് തന്നിട്ട് എന്നിട്ട് ആ ബില്ലിൽ ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. ഈ ഒരു തീയതി എത്തുമ്പോൾ നിങ്ങൾ പൈസ തന്നാൽ മതി എന്നായിരിക്കും അതിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ബിൽ പേയ്മെന്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഓർഡറിലാണ് എല്ലാ കച്ചവട സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നത്. ആദ്യം എന്തെങ്കിലും ഒരു സർവീസ് അവർ കൊടുക്കും. അതായത് KSEB തന്ന സർവീസ് ഇലക്ട്രിസിറ്റി എന്നുള്ള സർവീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് കൊടുക്കും, എന്തെങ്കിലും സാധനം കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ബില്ല്, അത് കഴിഞ്ഞിട്ടാണ് ബിൽ പേയ്മെന്റ്. ചില കാര്യങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബില്ല് കിട്ടുന്ന അന്ന് തന്നെ നമ്മൾ പൈസ കൊടുക്കില്ല. ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ പോലെ ബില്ല് കിട്ടുന്ന അന്നല്ല നമ്മൾ പൈസ കൊടുക്കുന്നത്, ചിലപ്പോൾ ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവിടെ എഴുതിയിട്ടുണ്ടാവും കടം പറ്റില്ല, അപ്പൊ തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ചില ചെലവുകൾ നമ്മൾ അപ്പോൾ തന്നെ പൈസ കൊടുക്കും. ചില ചെലവുകളും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കുറെ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മറവി. നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇപ്പൊ KSEB കേസാണെങ്കിൽ അവരൊന്ന് ഫ്യൂസ് ഊരിക്കൊണ്ടുപോകും. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ടാണ് ഈ ഒരു എക്രൂവൽ എന്നുള്ള കൺസെപ്റ്റ് അവർ ഡിസൈൻ ചെയ്തത്. ഈ കൺസെപ്റ്റ് അനുസരിച്ച് എക്സ്പെൻസ് ഉണ്ടാകുന്നുണ്ടോ അതിനെ റെക്കോർഡ് ചെയ്യണം, ഇൻകം ഉണ്ടാവുന്നുണ്ടോ അതിനെയും റെക്കോർഡ് ചെയ്യണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓർ പേയ്മെന്റ്. പൈസ കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഒരു അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പേയ്മെന്റ് അല്ലെങ്കിൽ റിസീപ്റ്റ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ചെലവ് ഉണ്ടായിട്ടുണ്ടോ, ബില്ല് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾക്കത് ചെലവാണ്. അക്കൗണ്ടിങ്ങിൽ അതൊരു എക്സ്പെൻസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. പൈസ കൊടുക്കുന്ന കാര്യം നിങ്ങൾ പിന്നീട് ചിന്തിച്ചാൽ മതി. ചിലപ്പോൾ പൈസ കൊടുക്കുന്നത് നിങ്ങളുടെ കമ്പനിയിലെ വേറെ ഏതെങ്കിലും സ്റ്റാഫ് ആയിരിക്കും. അപ്പോ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖയും നിങ്ങൾ കീപ്പ് ചെയ്യണം. അതിലെ ഡോക്യുമെന്റ്സിലേക്ക് നമുക്ക് പിന്നീട് അടക്കാം. പക്ഷെ മെയിൻ ലോജിക്ക് ഇതാണ്. എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടോ അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. റെസീപ്റ്റ് അല്ലെങ്കിൽ റവന്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അപ്പോഴും അതിനെ റെക്കോർഡ് ചെയ്യുക. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓർ പേയ്മെന്റ് അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ഓഫ് റിസീപ്റ്റ് ഓർ പേയ്മെന്റ്.
അതാണ് ഈ ഒരു എക്രൂവൽ എന്നുള്ള കൺസെപ്റ്റ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന കുറെ ജേണൽ എൻട്രിയിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. എക്സ്പെൻസ് ഉണ്ടാവുന്നുണ്ടോ അതിനെ റെക്കോർഡ് ചെയ്യാം, ഇൻകം ഉണ്ടാവുന്നുണ്ടോ അതിനെ റെക്കോർഡ് ചെയ്യാം. ഇനി അതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോ കറണ്ട് ബില്ലിന്റെ കേസിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് ആണ് കിട്ടുന്നതെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. സോ അക്കൗണ്ടന്റ് ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്: ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഹാസ് ഇൻകേർഡ്. ഇൻകേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായി, അതായത് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഉണ്ടായി എന്നായിരിക്കും അക്കൗണ്ടന്റ് ആദ്യം എഴുതുന്നത്. ഇനി നെക്സ്റ്റ് അക്കൗണ്ടന്റ് എഴുതാൻ പോകുന്നത് എമൗണ്ട് ഈസ് നോട്ട് യെറ്റ് പെയ്ഡ് ടു KSEB. ഇതാണ് ഒരു അക്കൗണ്ടന്റിന്റെ ലോജിക്ക്. അതായത് കറണ്ട് ബില്ല് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ എടുത്ത് എഴുതി വെക്കണം. പൈസ കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ഇറസ്പെക്റ്റീവ് ആണ്. എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എക്സ്പെൻസ് ഉണ്ടായി എന്ന് എഴുതി വെക്കണം. അല്ലാതെ നമ്മൾ പൈസ കൊടുക്കുന്ന തീയതിക്ക് എഴുതി വെക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നു. കാരണം ഒരു ബിസിനസ് ആണ്, കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, മറന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ലോജിക്ക് ഉണ്ടാക്കിയത്. ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. എക്സ്പെൻസ് ഉണ്ടാവുന്നുണ്ടോ വരവുണ്ടാവുന്നുണ്ടോ എഴുതി വെക്കാം. ഓക്കെ, അപ്പോ ഒരു അക്കൗണ്ടന്റ് ചിന്തിക്കുന്നത് ഇതിലാണ്. അപ്പൊ ഇതിൽ നിന്നാണ് അവർക്ക് ഇങ്ങനെ ഒരു ജേണൽ എൻട്രി വരുന്നത്: ഇലക്ട്രിസിറ്റി ഡെബിറ്റ് ടു KSEB. ഇങ്ങനെ ഒരു ജേണൽ എൻട്രി വരുന്നത് ഈ ഒരു ലോജിക്കിൽ നിന്നാണ്. ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞ കാര്യം വരുന്നില്ല. അതായത് പല ജേണൽ എൻട്രികളിലും ക്യാഷ് എന്ന് പറഞ്ഞ കാര്യമേ വരില്ല. കാരണം നമ്മൾക്ക് കൂടുതലും ഇമ്പോർട്ടൻസ് ഉണ്ടായ കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതി വെക്കാം, അതാണ്. അപ്പോൾ പൈസ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം റെക്കോർഡ് ചെയ്യണ്ട. ഇനിയിപ്പോ റെസീപ്റ്റ് അല്ലെങ്കിൽ റവന്യൂയുടെ കേസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. അതായത് ഇപ്പോ എന്റെ സ്ഥാപനം ഒരു ഹോട്ടൽ നടത്തുകയാണ്. അപ്പൊ ഹോട്ടൽ നടത്തുമ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു എന്റെ കയ്യിൽ ഇപ്പൊ പൈസയിൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ഒരു അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ ഞാനിപ്പോ എഴുതുന്നത് ഫുഡ് വാസ് പ്രൊവൈഡഡ് ഫോർ ₹1000. അതായത് 1000 രൂപക്കുള്ള ഫുഡ് കൊടുത്തു. ക്യാഷ് ഈസ് നോട്ട് യെറ്റ് റിസീവ്ഡ് ഫ്രം ദാസ്. ഓക്കെ, ആരാണോ ക്യാഷ് തരാനുള്ളത് അതിങ്ങനെ എഴുതി വെക്കും. ഇതാണ് സാമാന്യ കോമൺ സെൻസ് ലോജിക്ക്. അതായത് നമുക്ക് ആരെങ്കിലും ക്യാഷ് തരാനുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് എഴുതി വെക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ മറന്നു. ഇപ്പൊ നമ്മൾ വിചാരിക്കും, ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഗൂഗിൾ പേ വഴിയുണ്ട്, അതിൽ തെളിവുണ്ട്. പക്ഷെ കുറെ കാര്യങ്ങളുടെ ഇടയ്ക്ക് നമ്മളതൊക്കെ മറന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം എഴുതി വെക്കണം. അതാണ് അക്കൗണ്ടിങ്ങിന്റെ ബേസ് ആയിട്ടുള്ള കാര്യം. ഇതിനെ ഒരു അക്കൗണ്ടിങ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ്, അതായത് ഇവിടെ ദാസ് ഡെബിറ്റ് ടു സെയിൽസ്, ഇങ്ങനെ ഒരു ജേണൽ എൻട്രി ആയിട്ടായിരിക്കും അക്കൗണ്ടന്റ് എഴുതുന്നത്. അതായത് നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്ന കാര്യം തന്നെ അക്കൗണ്ടിങ്ങിൽ സംഭവിക്കുന്ന ഒന്ന് ചുരുക്കി എഴുതുന്നു. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതാണ്, ചുരുക്കി എഴുതുന്ന കാര്യം. മാക്സിമം ഷോർട്ട് ആക്കാൻ പറ്റുന്നുണ്ടോ അത്രയും നല്ലത്. പിന്നെ നമ്മൾക്ക് ഷോർട്ട് ആക്കുമ്പോഴും അതിന് ജനറൽ ആയിട്ടുള്ള കുറെ റൂളുകളും കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് പോലെയാണ്. അതായത് ഇപ്പോ ചില ആൾക്കിപ്പോ വന്ന് സിദ്രയുടെ പേര് എഴുതിയത് എനിക്കൊന്നും മനസ്സിലായിട്ടായിരുന്നില്ല. പക്ഷെ സിദ്രക്ക് വായിക്കുമ്പോൾ സിദ്ര എന്ന് തന്നെ എനിക്ക് വായിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് മര്യാദക്ക് വായിച്ചു നോക്കാനായിട്ട് പറ്റും. പക്ഷെ വേറെ ഒരാൾ കൊടുത്തു കഴിയുമ്പോഴായിരിക്കും അത് D ആണോ U ആണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരും. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെയാണ്. അങ്ങനെ തോന്നിയത് പോലെ നമുക്ക് ഇങ്ങനെ ഷോർട്ട് ആക്കാൻ പറ്റൂല. അതിനും കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ വഴിയെ പറഞ്ഞു. ഇവിടെ ഇപ്പൊ പറഞ്ഞ കാര്യം എക്രൂവൽ കൺസെപ്റ്റ് ആണ്. അതിന്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ എക്സ്പെൻസ് ഉണ്ടാവുന്നുണ്ടോ ഇൻകം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ തന്നെ എഴുതി വെക്കാം. പൈസ കൊടുത്തോ ഇല്ലയോ ചിന്തിക്കണ്ട. അതാണ് അക്കൗണ്ടിങ്ങിന്റെ ലോജിക്ക്. ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് മാച്ചിങ് കൺസെപ്റ്റ്. ഇതും കുറച്ച് മുമ്പത്തെ ഒരു സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുകയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്.
ഇത് നിങ്ങൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ഡയറക്റ്റ് കിടക്കാൻ പോകുന്ന SAPയുടെ കമ്പനി കോൺഫിഗറേഷനിലേക്കാണ്. അവിടെയും ഈ ഒരു അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ആവശ്യം വരും. നേരത്തെ ഗോയിങ് കൺസേൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ബിസിനസിന്റെ ലൈഫ് എത്ര നാളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, അതിങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അപ്പോ നമുക്കിങ്ങനെ പല മാസങ്ങളുണ്ടാവും. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. മാസങ്ങൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു. ഓക്കെ, അപ്പൊ ബിസിനസിന്റെ ലൈഫ് ഇത് ഇങ്ങനെ നീണ്ട് നീണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് ഇതിങ്ങനെ പൊക്കോണ്ടിങ്ങനെ ഇരിക്കും. എങ്ങനെ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നീണ്ട് നീണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴാണ് അക്കൗണ്ടൻസ് ബിസിനസിന്റെ ജീവിതത്തിന് ഇങ്ങനെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ബിസിനസ് ലൈഫിനെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് എല്ലാം കൂടി ഒരു കളർ കൊടുക്കാം. ഇതാണ് ഇയർലി സ്പ്ലിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ എളുപ്പത്തില് ഫിനാൻഷ്യൽ പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ബിസിനസിന്റെ ലൈഫിനെ വർഷത്തിൽ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഒരു 12 മാസം കൂടുമ്പോഴാണ് ഒരു വർഷം ആവുന്നത്. ഇനി നിങ്ങൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് മിക്കവാറും ഇന്ത്യയിലായിരിക്കും, അല്ലെങ്കിൽ എബ്രോഡ് ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലാണ്. ജനുവരിയിൽ തുടങ്ങിയിട്ട് ഡിസംബറിൽ അവസാനിക്കും. പക്ഷേ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സാമ്പത്തിക വർഷം എന്നുള്ള കാര്യം നമ്മൾ SAPയിൽ പോകുമ്പോൾ അവിടെ നമ്മൾക്ക് ആവശ്യം വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ SAPയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഇന്ത്യൻ കമ്പനി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ത്യൻ കമ്പനീസ് ആകുമ്പോൾ ഏപ്രിലായിരിക്കും ആ കമ്പനികളുടെ ആദ്യത്തെ മാസം. അതായത് ഫസ്റ്റ് മന്ത് ഏപ്രിലായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും മെയ്, ജൂൺ അങ്ങനെയുള്ള ബാക്കി മാസങ്ങൾ വരുന്നത്. ഏറ്റവും അവസാനത്തെ മാസമായിരിക്കും മാർച്ച് വരുന്നത്. അതായത് ഇങ്ങനെ തുടങ്ങി ഏപ്രിലിൽ പോയിട്ട് ഡിസംബർ കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് മാർച്ചിൽ അവസാനിക്കും. നോർമൽ അപ്പോ നിങ്ങൾ വല്ല അമേരിക്കയിലോ ദുബായിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നത് ജനുവരി ടു ഡിസംബർ എന്നുള്ള ഫിനാൻഷ്യൽ പീരിയഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതിന്റെ ലോജിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസിന്റെ ലൈഫ് ഇങ്ങനെ പലതായിട്ട് പല ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പൊ ഒരു കണക്ക് കിട്ടാനായിട്ട് ബിസിനസ്, അതായത് ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾക്കത് തെറ്റിതിരുത്താൻ പറ്റും. എല്ലാ വർഷവും നമ്മൾ വിചാരിക്കും ഈ വർഷം നന്നാവാം, അടുത്ത വർഷം നന്നാവാം, അല്ലെങ്കിൽ നാളെ മുതൽ നന്നാവാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ മറന്നു, അതാണ് സംഭവം. പക്ഷെ ബിസിനസിന്റെ കേസിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കൂല. എന്തെങ്കിലും ഒരു ഇഷ്യൂ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ സോൾവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ നഷ്ടങ്ങളിലേക്ക് നമ്മൾ പോകും. അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് അക്കൗണ്ടിങ്ങിൽ ബിസിനസിന്റെ ലൈഫിന് ഇങ്ങനെ 12 മാസങ്ങളോ ഒന്നിലേക്ക് 12 മാസമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിനെയാണ് ഇയർലി സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് 6 മാസങ്ങളുള്ള ഹാഫ് ഇയർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇതിനെ ഫസ്റ്റ് ഹാഫ് എന്ന് വിളിക്കാം, ഇതിനെ സെക്കൻഡ് ഹാഫ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും അങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്. അപ്പോ ഒന്നില്ലെങ്കിൽ വർഷം 12 മാസങ്ങളുള്ള ഒരു വർഷമായിട്ട് നമുക്ക് ബിസിനസിന്റെ ലൈഫിനെ സ്പ്ലിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 6 മാസം കൂടുന്ന 2 ഹാഫുകളായിട്ട് ബിസിനസിന്റെ ലൈഫിനെ സ്പ്ലിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ത്രൈമാസം എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3 മാസം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിനാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ക്വാർട്ടർ ആയിട്ട് വരും, ഇത് സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ ആൻഡ് ഫോർത്ത് ക്വാർട്ടർ. അങ്ങനെ ക്വാർട്ടർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ 4 ക്വാർട്ടർ ആയിട്ടായിരിക്കും ബിസിനസിന്റെ ലൈഫ് വരുന്നത്.
എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇതെല്ലാം ഓരോ കമ്പനിയുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണമെങ്കിലും അവർക്ക് റിപ്പോർട്ടുകൾ എടുക്കാം. ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പോൾ തന്നെ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാനായിട്ടാണ് ഇവരിങ്ങനെയുള്ള പല തരത്തിലുള്ള സ്പ്ലിറ്റിങ്ങും കൊണ്ടുവരുന്നത്. ബിസിനസിന്റെ ലൈഫിനെ ഇങ്ങനെ പലതായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. നേരത്തെ അതായത് 3 മാസം കൂടുമ്പോൾ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത 3 മാസം ആ പ്രശ്നം ഉണ്ടാവില്ല. അതേസമയം വർഷം വെച്ചിട്ട് കാത്തിരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതേ 1 വർഷം കംപ്ലീറ്റ് ഈ പ്രശ്നമായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോ അത്രയും ഡിലേ വരും, അത്രയും ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ നോർമലി ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ബൈ ലോ നമുക്കുള്ളത് 1 വർഷമെങ്കിലും റിപ്പോർട്ടുകൾ എടുക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുക. ബാക്കിയുള്ളതൊക്കെ ഓരോ കമ്പനിയുടെ ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മാസം കൂടുമ്പോൾ എടുക്കാം, 6 മാസം കൂടുമ്പോൾ എടുക്കാം. അതൊക്കെ ഓരോ കമ്പനിയുടെ ഇഷ്ടമാണ്. നിയമപ്രകാരം നമ്മുടെ കമ്പനിയുടെ റിപ്പോർട്ടുകൾ എല്ലാ വർഷവും നമ്മളൊന്ന് സബ്മിറ്റ് ചെയ്യണം. അതായത് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്താണ് കമ്പനിയുടെ അവസ്ഥ എന്ന് നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഒരു അക്കൗണ്ടിങ്ങിലുള്ള ഒരു ജനറൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു കൺസെപ്റ്റിൽ ഫസ്റ്റ് പറയുന്ന അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ. അക്കൗണ്ടിങ് പീരിയഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഇങ്ങനെ നീണ്ടുവർന്ന് കിടക്കുന്നു. ബിസിനസിന്റെ ലൈഫിനെ നമ്മളിങ്ങനെ മുറിച്ച് വെക്കുന്നു. ഒന്നില്ലെങ്കിൽ വർഷം, അല്ലെങ്കിൽ ക്വാർട്ടർ, അല്ലെങ്കിൽ ഹാഫ് ഇയർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി അതല്ല ശരിക്കും പറഞ്ഞ ഈ കൺസെപ്റ്റിൽ പറയുന്നത് മാച്ചിങ് കൺസെപ്റ്റ് എന്നാണ് ഈ കൺസെപ്റ്റ്. അപ്പോൾ ഈ കൺസെപ്റ്റിലുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. Expenses for an accounting period should be matched against related revenues. ഒരു സാമ്പത്തിക വർഷത്തിലെ വരവുകള് ആ സാമ്പത്തിക വർഷത്തിലെ ചെലവുകളായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഒരിക്കലും ഈ കൊല്ലത്തെ കാര്യങ്ങൾ അടുത്ത കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടില്ല. അതാണ് അക്കൗണ്ടിങ്ങിലുള്ള ഒരു നിയമം. ഇതൊരു കൺസെപ്റ്റ് ആണ്. ഈ രീതിയിലാണ് അക്കൗണ്ടന്റ് ചിന്തിക്കാൻ പാടുള്ളൂ. അതായത് ഈ കൊല്ലത്തെ കാര്യങ്ങൾ, ഈ കൊല്ലത്തെ പ്രശ്നങ്ങൾ ഒന്നും എടുത്തിട്ട് അടുത്ത കൊല്ലത്തേക്ക് പോകരുത് എന്നാണ് ഇതിന്റെ ഒരു ചുരുക്കരൂപം. അതായത് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ ലോജിക്ക് എടുക്കാം. ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, നിലവില് നമ്മുടെ ഈ കമ്പനി ജനുവരി ടു ഡിസംബർ എന്നുള്ള സാമ്പത്തിക വർഷമാണ് ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആ കമ്പനിയുടെ കുറച്ച് അവസ്ഥ ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ എഴുതിയാണ്. ഇവിടെ ഹെഡിങ് മന്ത്സ് എന്ന് കൊടുത്തു, പിന്നെ റവന്യൂ എന്നൊരു കോളം കൊടുത്തു, എക്സ്പെൻസ് എന്നൊരു കോളം കൊടുത്തു. ഓക്കെ, റവന്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരവുകൾ അല്ലെങ്കിൽ വരുമാനം എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഈ കമ്പനിയുടെ ജനുവരിയിലെ റവന്യൂ എന്ന് പറയുന്നത് സേ ഒരു 50,000 രൂപയെന്ന് വിചാരിക്കാം. ജനുവരിയിലെ ചെലവ് എന്ന് പറയുന്നത് 35,000 രൂപ. ഇനി ഫെബ്രുവരിയിലെ ചെലവ് വരുമാനം എന്ന് പറയുന്നത് 60,000 രൂപ. ഫെബ്രുവരിയിലെ ചെലവ് എന്ന് പറയുന്നത് 40,000 രൂപ. ഓക്കെ, ഇനി ഇതിന്റെ താഴെ വരെ ഞാനിപ്പോ ടൈപ്പ് ചെയ്യുന്നില്ല. അതിനാണ് നമ്മൾ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. നമ്മൾ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും ഒരു മോഡൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തു. നിങ്ങൾക്കും എക്സലിന്റെ ട്രെയിനിങ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളും ഇതേപോലെയൊക്കെ മാക്സിമം സിസ്റ്റം യൂസ് ചെയ്യണം എന്നാണ് എന്റെയും ആഗ്രഹം. നിങ്ങളുടെ വർക്ക് അത്രയും എളുപ്പത്തിൽ കുറയും. അതായത് ഇതേ സംഭവം തന്നെ ഇപ്പൊ ഞാൻ വെറുതെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നു, നിങ്ങൾ വെറുതെ വർക്കാരെ പറഞ്ഞു. അപ്പൊ അതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് പെട്ടെന്ന് തീരും. അപ്പോ ഇവിടെ വരവ് ചെലവ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അക്കൗണ്ടന്റിന്റെ ആവശ്യം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ നിലനിൽപ്പ് എങ്ങനെയാണ് എന്നറിയാനായിട്ടാണ്. അപ്പോ അതിന് അക്കൗണ്ടന്റിന്റെ ബേസിക് ആയിട്ടുള്ള ലോജിക്ക് കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് കണ്ടെത്തണം. അപ്പൊ നിലവില് ഫസ്റ്റ് മന്തിലെ ലാഭം എന്ന് പറയുന്നത് വരുമാനത്തിൽ നിന്ന്
ചെലവിന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 15,000 രൂപയാണ് ലാഭം എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു. ഇങ്ങനെ എല്ലാ മാസവും നോക്കി കഴിയുമ്പോൾ നമ്മളുടെ ലാഭം ഇത്രയുമുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു സംഭവം ആഡ് ചെയ്യാണ്. ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ആഡ് ചെയ്തു. 2024. ഓക്കെ, അപ്പോൾ 2024 സാമ്പത്തിക വർഷത്തിലെ അവസ്ഥയാണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 2024 ആകെയുള്ള മാസങ്ങളിലെ വരവ് ചെലവ് എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ ലാഭം എഴുതി വെച്ചിട്ടുണ്ട്. സോ ടോട്ടൽ പ്രോഫിറ്റ് ഫോർ 2024 എന്ന് പറയുന്നത് എല്ലാ മാസങ്ങളുടെയും ലാഭം എടുത്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5,10,000. ഓക്കെ, 5,10,000 ആണ് നമുക്ക് ടോട്ടൽ ലാഭം കിട്ടിയിട്ടുള്ളത്. 5,10,000. ഓക്കെ, ഇതോടെ ആ വർഷത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്തേക്കണം. ഒരിക്കലും ഈ കാര്യം എടുത്ത് അടുത്ത കൊല്ലത്തിലേക്ക് പോകാൻ പാടില്ല. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഈ കൊല്ലത്തെ വരവുകള് ഈ കൊല്ലത്തെ ചെലവുകളായിട്ട് മൈനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് ആ കൊല്ലത്തെ റിസൾട്ട് ഇതാണ് എന്ന് ഡിക്ലെയർ ചെയ്യാം. അതോടെ ആ കൊല്ലത്തിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ മറന്നേക്കാം. ഇനി 2024 കഴിഞ്ഞിട്ട് വരുന്ന വർഷമാണ് 2025. അതിലും ഇതേപോലെ തന്നെ ജനുവരി, ഫെബ്രുവരി അങ്ങനെയുള്ള മാസങ്ങൾ ഉണ്ടാവും. അപ്പോ ആ മാസങ്ങളിലെ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേണം എഴുതാനായിട്ട്. അതായത് ഇപ്പോ അടുത്ത വർഷം ജനുവരിയിൽ ചിലപ്പോ നമുക്ക് ഉണ്ടാവുന്ന റവന്യൂ എന്ന് പറയുന്നത് 30,000 രൂപയായിരിക്കും. ഇനി ചെലവ് എന്ന് പറയുന്നത് സേ ഒരു 55,000 രൂപയായിരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ സംഭവിച്ചത് പ്രോഫിറ്റ് സിസ്റ്റം എനിക്ക് ഇവിടെ കണ്ടുപിടിച്ച് തന്നത് 25,000 രൂപ മൈനസ് എന്നിട്ടാണ് കണ്ടുപിടിച്ച് തന്നത്. അതായത് ഫസ്റ്റ് മാസം തന്നെ ലോസ് ആണ്. അതേസമയം ഇപ്പോ കഴിഞ്ഞ വർഷത്തിലെ ജനുവരി കൂടെ എടുത്ത് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ ജനുവരിയിലെ നഷ്ടം, ശരിക്കും ഈ വർഷത്തെ നഷ്ടം നമ്മൾ മനസ്സിലാക്കില്ല. അതായത് കഴിഞ്ഞ കൊല്ലത്തെ കാര്യങ്ങളൊന്നും എടുത്ത് ഈ കൊല്ലം എഴുതാൻ പാടില്ല. എന്നാൽ മാത്രമേ നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ബിസിനസിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോ ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തെ വരവുകളും ചെലവുകളും ആ കൊല്ലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് അടുത്ത കൊല്ലം ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 2 വാക്കുകൾ മാത്രം പറയുന്നുള്ളൂ. എക്സ്പെൻസ്, റവന്യൂ എന്ന് പറഞ്ഞ 2 വാക്കുകൾ മാത്രം ഉള്ളൂ. അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് 2 വാക്കാണ് അസറ്റും ലൈബിലിറ്റി. അസറ്റിന്റെ ലൈബിലിറ്റിയുടെ കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല. സ്വത്ത്, ബാധ്യത ഇതെല്ലാനും അടുത്ത കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ചെലവുകളും വരവുകളും മാത്രമാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. സ്വത്തുക്കളും ബാധ്യതകളും അടുത്ത മാസത്തേക്ക് ട്രാൻസ്ഫർ ആവും. അതാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. ചെലവും വരവും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇത്രയും കൺസെപ്റ്റ് ഓക്കെ ആണോ? മാച്ചിങ് വരെ ഓക്കെ. ഇപ്പൊ 8:30 നിങ്ങളൊന്നൊരു ബ്രേക്ക് എടുത്തു 10 മിനിറ്റ്.